Welcome to Ehela's Tuition. ഇനി നമുക്ക് റെസിസ്റ്ററിൻ്റെ സീരീസ് കണക്ഷനെ കുറിച്ച് പഠിക്കാം. ഒരു റെസിസ്റ്ററിൻ്റെ എൻഡ് വേറൊരു റെസിസ്റ്ററിൻ്റെ എൻഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് സീരീസ് കണക്ഷൻ. ഇത് R1, ഇത് R2. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മളൊരു ബാറ്ററി കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുമ്പം ചാർജസിൽ ഡിഫറൻസ് ഉണ്ടാവും, ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. ഈ കറണ്ട് തന്നെയാണ് ഇതിൽ. ഒരു കറണ്ടിന് പോകാൻ ഇവിടെ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതിലൂടെ പോയി ഇതിലൂടെ തിരിച്ചു വരും. അപ്പോൾ ഈ കംപ്ലീറ്റ് ഇതിലൂടെ മുഴുവൻ പോകുന്ന കറണ്ട് I തന്നെയാണ്. അപ്പോൾ ഇതിൽ കറണ്ടിലൊരു വ്യത്യാസമില്ല. R1 റെസിസ്റ്ററിലൂടെയും R2 റെസിസ്റ്ററിലൂടെയെല്ലാം പോകുന്ന കറണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ സീരീസ് ആണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും. പക്ഷേ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വ്യത്യാസം ഉണ്ടാവും. ഈ R1-നനുസരിച്ചിട്ട് ഇവിടെ ഒരു V1ഉം R2-നനുസരിച്ചിട്ട് ഇവിടെ ഒരു V2 ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 = I. കറണ്ടിന് വ്യത്യാസമല്ല, I × R1. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 = I × R2. അങ്ങനെയാവും ഇക്വേഷൻ. V1-ൻ്റെ ഇക്വേഷൻ I × R1, V2-ൻ്റെ ഇക്വേഷൻ I × R2. ഇത് നമ്മൾ ഓംസ് ലോ പഠിച്ചതാണ്. V = IR. വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇത് ഓംസ് ലോ എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അപ്പോൾ ഈ V നമ്മൾ കൊടുത്ത വോൾട്ടേജ് ആണ് ഇവിടെ V1 + V2 ആയത്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താവും? രണ്ട് പൊട്ടൻഷ്യലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ V1 ആവും, ഇവിടെ V2 ആവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? V = V1 + V2. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓംസ് ലോ I × R = IR1 + IR2. I കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ I × R1 + R2. അപ്പോൾ ഇവിടെയും IR ഉണ്ട്. ഈ Iയും വെട്ടിയാൽ R = R1 + R2. സീരീസ് ആകുമ്പോഴുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R1 + R2 ആണ് വരിക. അപ്പോൾ ഇതിലുള്ള റെസിസ്റ്റൻസ്, ടോട്ടലായിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും? ഇവർക്ക് രണ്ടാക്കും കൂടെ ഒരു എഫക്റ്റീവായിട്ടുണ്ടാകുന്ന റെസിസ്റ്റൻസ് R ആയിരിക്കും. R എഫക്റ്റീവ് എന്ന് പറയുന്നത് R1 + R2 ആണ് സീരീസ് ആകുന്ന കേസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സീരീസിൻ്റെ കേസിലുള്ള ഇക്വേഷൻ total resistance R = R1 + R2. Effective resistance is the sum of the resistance of all the resistors when they are connected in series. If the resistors are the same value, the effective resistance can be obtained by multiplying the resistance of a resistor with the number of resistors. Let's take an example. We have two resistors, R1 and R2. The value of first resistance is 5 ohm. Second one is 6 ohm. The effective resistance will be this 2 will act as a total 5 + 6. 5 + 6 = 11 ohm resistance. Hence 5 + 6 is equal to 11 ohm resistance. The effective resistance of these two resistors is 11 ohm. Let's take another example. We have three resistors, R1, R2, R3. The value of resistance will be 2 ohm, here 2 ohm, here 2 ohm. We get the effective resistance will be 2 + 2 + 2 is = 6 ohm. Otherwise, the value of each resistance is equal. Then we can multiply 2
into 3 times, that is equal to 6 ohm. If we have 4 resistance, 1, 2, 3, 4, each value 3 ohms. 3, 3, 3, 3. The effective resistance will be 4 resistor. Value of resistance 3. 4 into 3 is equal to 12 ohm. Otherwise we can add 3 plus 3 plus 3 plus 3 is equal to 12 ohm. നമുക്ക് പാരലൽ കണക്ഷൻ പഠിക്കാം. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റർ R1 ഉണ്ടാവും. ഈ റെസിസ്റ്ററിൻ്റെ എൻഡ് വേറൊരു റെസിസ്റ്ററിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യും. R1 R2. ഇതിനെ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ V എന്താക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് എവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ വഴിക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന് 2 വഴിയിലൂടെ പോവാം. ഇങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. അപ്പോൾ ഇവിടൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് I1 എന്ന് വിളിക്കാം, ഇതിലൂടെ പോകുന്ന കറണ്ടിനെ I2 എന്ന് വിളിക്കാം. അപ്പോൾ ഈ I1 ഇതിലൂടെ പോയിട്ട് അവസാനം ഇവിടെ എത്തും, ഈ I2 ഇതിലൂടെ പോയിട്ട് ഇവിടെ എത്തും. രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് പുറത്ത് വരുന്ന സമയത്ത് ഈ IN ആണ് ഉണ്ടാവുന്നത്. ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. പാരലൽ ആവുന്ന കേസിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കറണ്ടിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ I ആണ് ഇവിടെ I1 പ്ലസ് I2 എന്ന് പറയുന്നത് അത്. അപ്പോൾ ഐൻ്റെ ഇക്വേഷൻ I is equal to V/R ആണ്, ഓംസ് ലോ. അപ്പോൾ ഇവിടെ വിയിൽ വ്യത്യാസമില്ല. I1 എന്ന് പറയുമ്പോൾ V/R1, I2 എന്ന് പറയുമ്പോൾ V/R2. V കോമൺ ആയി എടുത്താൽ 1/R1 പ്ലസ് 1/R2. ഇനി നമുക്ക് V/R is equal to V into 1/R1 plus 1/R2. V രണ്ടിടത്തും വെട്ടിക്കഴിഞ്ഞാൽ 1/R is equal to 1/R1 plus 1/R2. പാരലൽ ആവുന്നുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണിത്. 1/R is equal to 1/R1 plus 1/R2. ഇനി നമുക്ക് ജനറലായിട്ട് ആറിൻ്റെ ഇക്വേഷൻ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇങ്ങനെ നമുക്ക് കിട്ടും. R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതും ഓർത്ത് വെക്കാം. 1/R is equal to 1/R1 plus 1/R2 ഓർത്ത് വെക്കാം. R is equal to R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് നമുക്ക് ഓർത്ത് വെക്കാം. ഇത് രണ്ടുമാണ് പാരലലിൻ്റെ കേസിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. If resistors of the same value are connected in parallel, then R is equal to R/N. N is the number of resistance and R is the resistance of one resistor. Let's check 2 resistors R1 and R2 are connected in parallel. Value of resistance will be 4 ohm. Then the total resistance R is equal to resistance of one resistor R. Resistance of one resistor 4 divided by what is N? N is the number of resistance. Here we have 2 resistors. 4/2.
then effective resistance will be 4/2 2 ohm. If we have four resistance, one, two, three, four connected in parallel, each having the value 4 ohm, then effective resistance R will be equal to resistance of one resistor 4 ohm divided by number of resistance, that will be 4. Then 4/4 is equal to 1 ohm. That is the effective resistance. In the case of parallel connection, effective resistance decreases. There is a comparison between resistors in series and resistors in parallel. In the case of series connection, effective resistance increases, and in the case of parallel connection, effective resistance decreases. In the case of series connection, current through each resistor is same. In the case of parallel, current through each resistor is different. In the case of series, voltage through each resistor is different, and in the case of parallel, voltage through each resistor is same. In the case of series connection, each resistor can't be controlled by using a separate switch. In the case of parallel, each resistor can be controlled by using separate switch. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. തുടർന്നുള്ള വീഡിയോകൾ ലഭ്യമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.